എന്തായി പോയ കാര്യം? അതൊന്നായില്ലടി. ഇപ്പൊ എന്തായി? ഞാൻ എന്തെങ്കിലും പറയുമ്പോ ആങ്ങളേനും പെങ്ങളേനും തെറ്റിക്കല്, കുടുംബം കലക്കല്, തലയണ മന്ത്രം, ഇതൊക്കെയല്ലേ നിങ്ങൾ പറയാറ്? ഇപ്പൊ മനസ്സിലായില്ലേ എന്താ സത്യം എന്ന്? എന്നാൽ അവരെന്തായിരിക്കും ഇങ്ങനെ? എൻ്റെ വീട്ടിലത്തെ എല്ലാ കാര്യം നോക്കിയിട്ടും ഞാനാ. പെങ്ങളെ കെട്ടിച്ചതും ഉപ്പാൻ്റെ കടം വീട്ടിയതും ഒക്കെ ഞാനാ. ഇപ്പം എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ ആധാരം ഒന്ന് പണയം വെക്കാൻ ചോദിച്ചു. അപ്പോൾ പറയാൻ വിറ്റിട്ടേ കൊടുക്കാതെ കൊടുത്താളെ എൻ്റെ ആയിട്ട് എന്താ ചെയ്തു എന്ന്. അപ്പം ഞാൻ കടത്തിലല്ലേ. അപ്പം ഇനി പണയം വെച്ചിട്ട് തിരിച്ചെടുത്ത് കൊടുക്കൂലെന്ന് പേടിച്ചിട്ടാണാവും. ക്യാഷ് ഉണ്ടാകും പിന്നെ എല്ലാവർക്കും വലിയ വിലയായിരുന്നു. അതില്ലാതായപ്പോൾ ഒരു വിലയില്ല. ചെന്നപ്പോൾ പെങ്ങളൊന്ന് കയറിയിരിക്കാനും കൂടെ പറഞ്ഞില്ലടി. ഉമ്മറത്ത് ആരാനെ പോലെ ഇങ്ങനെ നിന്ന് ഞാൻ. സഹായിക്കണം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ സഹായിക്കണം. അത് അർഹിക്കുന്നവരെ മാത്രം, അല്ലാണ്ട് ഈ കൈക്കോട്ടിന്റെ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരല്ല. ജീവിതത്തിലെ സാമർത്ഥ്യക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് വേണം. സാമർത്ഥ്യമുള്ള ആൾക്കാരെ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാലേ അവസാനം മണ്ടനാവുന്നത് നമ്മളായിരിക്കും. ചിലതൊക്കെ കുബുദ്ധിയുള്ള ഭാര്യയുടെ തലയണമന്ത്രമായിട്ട് മാത്രം കാണരുത്. രാജാവിനെ രക്ഷിക്കാനുള്ള മന്ത്രിയുടെ തന്ത്രമായിട്ടും കാണണം. അപ്പോഴേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ.